എൻ്റെ പേര് ലോറ. വിജനമായൊരു കാടിന് നടുവിലുള്ള പഴയൊരു കോട്ടയിലാണ് ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം താമസിക്കുന്നത്. അവിടെ ഞങ്ങൾ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവം ഇപ്പോഴും എൻ്റെ ഉറക്കം കെടുത്താറുണ്ട്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഒരു രാത്രിയിൽ എൻ്റെ മുറിയിൽ വെച്ച് ഞാൻ ഉണർന്നു. ഇരുട്ടിൽ എൻ്റെ കട്ടിലിനരികിൽ അതിസുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൾ എന്നെ കെട്ടിപ്പിടിക്കുകയും തലോടുകയും ചെയ്തു. അവളുടെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ഭയം തോന്നിയില്ല. എന്നാൽ പെട്ടെന്ന് എൻ്റെ നെഞ്ചിൽ കഠിനമായൊരു വേദന എനിക്ക് അനുഭവപ്പെട്ടു. ആരോ കടിക്കുന്നത് പോലെ ഞാൻ നിലവിളിച്ചു. വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ആ യുവതി അവിടെ നിന്ന് അപ്രത്യക്ഷയായിരുന്നു. എൻ്റെ നെഞ്ചിൽ 2 ചുവന്ന പാടുകൾ മാത്രം ബാക്കിയായി. അതൊരു സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എൻ്റെ കുട്ടിക്കാലത്തെ ആ ഓർമ്മകൾ ഒരു ചീത്ത സ്വപ്നം പോലെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒളിഞ്ഞു കിടന്നു. എനിക്കിപ്പോൾ 19 വയസ്സായി. സ്റ്റിറിയയിലെ ഈ വിജനമായ കൊട്ടാരത്തിൽ ഞാനും എൻ്റെ പിതാവും പിന്നെ കുറച്ച് വേലക്കാരും മാത്രമാണ് താമസം. അന്നൊരു വെളുത്തവാവ് രാത്രിയായിരുന്നു. ആകാശം തെളിഞ്ഞു നിന്നു. നിലാവ് കാടിനെ മുഴുവൻ വെള്ളി പൂശിയതുപോലെ തോന്നിപ്പിച്ചു. ഞാനും പിതാവും കൊട്ടാരത്തിന് മുന്നിലെ പുൽത്തകിടിയിൽ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ദൂരെ നിന്നൊരു കുതിരവണ്ടി അതിവേഗത്തിൽ പാഞ്ഞു വരുന്നത് ഞങ്ങൾ കണ്ടു. കുതിരകൾ പരിഭ്രമിച്ചോടുകയായിരുന്നു. ഞങ്ങളുടെ വീടിനടുത്തുള്ള വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട വണ്ടി ഒരു വലിയ മരത്തിലിടിച്ചു മറിഞ്ഞു. ഒരു വലിയ ശബ്ദത്തോടെ വണ്ടി തകർന്നു വീണു. ഞങ്ങളും വേലക്കാരും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. വണ്ടിക്കുള്ളിൽ നിന്ന് മധ്യവയസ്കയായ ഒരു സ്ത്രീ പുറത്തിറങ്ങി. അവർ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. വണ്ടിക്കുള്ളിൽ ബോധരഹിതയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു വിചിത്രമായ അനുഭവം തോന്നി. അവൾ അതിസുന്ദരിയായിരുന്നു. പക്ഷേ അവളുടെ മുഖം മരണതുല്യമായ വിളർച്ചയോടെയിരുന്നു. ആ സ്ത്രീ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചു, ദയവായി എൻ്റെ മകളെ സഹായിക്കൂ. എനിക്ക് അടിയന്തരമായി ഒരു ദൂരയാത്ര പോകേണ്ടതുണ്ട്. അവളെ ഈ അവസ്ഥയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. കുറച്ചു ദിവസത്തേക്ക് അവളെ നിങ്ങളുടെ സംരക്ഷണത്തിൽ നിർത്താൻ അനുവദിക്കുമോ? എൻ്റെ പിതാവ് സമ്മതിച്ചു. ആ സ്ത്രീ തൻ്റെ മകളെ ഞങ്ങളെ ഏൽപ്പിച്ച് തൻ്റെ യാത്ര തുടർന്നു. അങ്ങനെയാണ് കർമില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി എത്തുന്നത്. അവളെ എൻ്റെ മുറിയിലെ കട്ടിലിൽ കിടത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ മെല്ലെ കണ്ണു തുറന്നു. അവൾ ആദ്യം നോക്കിയത് എന്നെയായിരുന്നു. അവളുടെ ആ കണ്ണുകൾ, അവയിലൊരു വല്ലാത്ത ആകർഷണ ശക്തി ഉണ്ടായിരുന്നു. അവൾ എൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ കൈകൾക്ക് മഞ്ഞ് പോലെ തണുപ്പായിരുന്നു. അവൾ പതുക്കെ മന്ത്രിച്ചു, നമ്മൾ മുൻപേ കണ്ടിട്ടുണ്ട് അല്ലേ? നിന്റെ സ്വപ്നങ്ങളിൽ ഞാൻ വന്നിട്ടില്ലേ? നീ അന്ന് ഭയന്ന് കരയുകയായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ശരീരം തണുത്തു വിറച്ചു. 12 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മുറിയിൽ വന്ന അതേ രൂപം, അതേ തണുത്ത സ്പർശനം. പക്ഷേ അവൾക്കിപ്പോഴും അന്നത്തെ അതേ പ്രായം തന്നെ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവൾ എന്നെ നോക്കി വിചിത്രമായി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഒരു സ്നിരിയിൽ ഒരു സ്നേഹവും അതേസമയം വല്ലാത്തൊരു ഭയവും ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ അവളുടെ മുറിയിൽ നിന്ന് ആരോടോ സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അവൾ ആരാണ്? എവിടെ നിന്നാണ് വന്നത്? എൻ്റെ ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വന്നത് എന്തിനായിരിക്കും? കർമില്ല ഞങ്ങളുടെ കൊട്ടാരത്തിൽ താമസം തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിട്ടു. അവൾ വല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പെരുമാറ്റത്തിലും ശീലങ്ങളിലും എന്തൊക്കെയോ അസ്വാഭാവികതകൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പകൽ സമയം അവൾ ഒരിക്കലും പുറത്തിറങ്ങാറില്ല. ഉച്ച കഴിഞ്ഞ് വളരെ വൈകി മാത്രമേ അവൾ തൻ്റെ മുറിയിൽ നിന്ന് പുറത്തു വരൂ. അവളുടെ മുഖം എപ്പോഴും വിളറി വെളുത്തിരിക്കും. പക്ഷേ അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. നടത്തം പോലും ഒരു നിഴൽ തറയിലൂടെ നീങ്ങുന്നത് പോലെ അത്രമേൽ നിശബ്ദമായിരുന്നു. ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് തന്നെ അടുത്തു. പക്ഷേ അവളുടെ സ്നേഹത്തിന് ഒരു വല്ലാത്ത ആവേശവും തീവ്രതയും ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവൾ എൻ്റെ കൈകളിൽ മുറുകെ പിടിക്കും. എന്നിട്ട് എൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് പതുക്കെ പതുക്കെ മന്ത്രിക്കും, നീ എൻ്റേതാണ് മരണം വരെയും. മരണത്തിന് ശേഷവും നീ എൻ്റേത് മാത്രമായിരിക്കും. നീ എനിക്ക് വേണ്ടി മരിക്കണം, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചതുപോലെ. അവളിത് പറയുമ്പോൾ അവളുടെ ശ്വാസത്തിന് ഒരു വിചിത്രമായ വന്യഗന്ധമുണ്ടാകും.
എൻ്റെ ഉള്ളിലൊരു വല്ലാത്ത ഭയം നിറയുമ്പോഴും അവളുടെ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നുപോകും. ഒരുതരം മാസ്മരീയ വലയത്തിലകപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. കർമില്ലയെക്കുറിച്ച് മറ്റൊരു വിചിത്രമായ കാര്യം കൂടി ഉണ്ടായിരുന്നു. അവൾ ഒരിക്കലും പ്രാർത്ഥനകളിൽ പങ്കെടുക്കില്ല. അടുത്തുള്ള പള്ളിയിലെ മണിമുഴക്കം കേൾക്കുമ്പോൾ അവൾ വല്ലാതെ അസ്വസ്ഥയാകും. അത് നിർത്താൻ പറയൂ, ആ ശബ്ദം എൻ്റെ തലയ്ക്കുള്ളിൽ സൂചി തറയ്ക്കുന്നത് പോലെ തോന്നിക്കുന്നു എന്നവൾ അലറി വിളിക്കും. മതപരമായ ചിഹ്നങ്ങളെയും പ്രാർത്ഥനകളെയും അവൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഗ്രാമത്തിൽ നിന്ന് ഭയാനകമായ ആ വാർത്തകൾ വരുന്നത്. അടുത്തുള്ള ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾ ഓരോരുത്തരായി വിചിത്രമായ രീതിയിൽ മരിച്ചു വീഴുന്നു. അവർക്കെല്ലാം ഒരേ ലക്ഷണങ്ങളായിരുന്നു. ശരീരം വിളറി വെളുത്ത് രക്തമെല്ലാം വറ്റിയതുപോലെ. മരണത്തിന് തൊട്ടു മുൻപ് അവർക്കെല്ലാം ഒരു വിചിത്രമായ സ്വപ്നം കണ്ടിരുന്നു. കറുത്ത ഒരു വലിയ മൃഗം തങ്ങളുടെ നെഞ്ചിൽ കയറിയിരിക്കുന്നതായും കഴുത്തിൽ കടിക്കുന്നതായും അവർ പറഞ്ഞിരുന്നു. ഒരു രാത്രിയിൽ ഞാനും ആ സ്വപ്നം കണ്ടു. മുറിയിൽ കനത്ത ഇരുട്ടായിരുന്നു. 12 വർഷങ്ങൾക്ക് മുൻപ് കണ്ട അതേ സുന്ദരിയായ പെൺകുട്ടി എൻ്റെ കട്ടിലിനരിയിൽ നിൽക്കുന്നു. അവൾ പെട്ടെന്നൊരു വലിയ കറുത്ത പൂച്ചയായി മാറി. അതെൻ്റെ നെഞ്ചിലേക്ക് ചാടി വീണു. 2 കൂർത്ത പല്ലുകൾ എൻ്റെ കഴുത്തിലടുത്തിൽ ആഴ്ന്നിറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഞാൻ അലറി വിളിച്ചു കൊണ്ടുണർന്നു. വിളക്ക് തെളിയിച്ചപ്പോൾ മുറിയിൽ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കഴുത്തിൽ ഒരു ചെറിയ വേദനയും തരിപ്പും അനുഭവപ്പെട്ടു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവിടെ 2 ചെറിയ ചുവന്ന പാടുകൾ. അടുത്ത ദിവസം രാവിലെ കർമില്ലയെ കണ്ടപ്പോൾ അവൾ എന്നെ നോക്കി ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ ചുണ്ടുകളിൽ ചെറിയൊരു ചുവപ്പ് പടർന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവൾ വെറുമൊരു പെൺകുട്ടിയല്ല, എൻ്റെ ജീവൻ കാർന്നു തിന്നാൻ വന്ന ഏതോ ഒരു നിഗൂഢ ശക്തിയാണെന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു. പക്ഷേ അവളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അവളുടെ ഓരോ സ്പർശനത്തിലും ഞാൻ പതുക്കെ മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകും തോറും എൻ്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു. ശരീരത്തിലെ രക്തമെല്ലാം ആരോ വലിച്ചെടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. എപ്പോഴും ഒരു തളർച്ച, അകാരണമായ പേടി. എൻ്റെ പിതാവ് വല്ലാതെ പരിഭ്രാന്തരായി. അദ്ദേഹം നാടൊട്ടുക്കുമുള്ള പ്രശസ്തരായ ഡോക്ടർമാരെ വരുത്തി എന്നെ പരിശോധിപ്പിച്ചു. പക്ഷേ എൻ്റെ ശരീരത്തിൽ യാതൊരു രോഗവും കണ്ടെത്താൻ അവർക്കായില്ല. രാത്രികളിൽ എൻ്റെ കഴുത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആ 2 ചുവന്ന പാടുകൾ ഒരു വിചിത്രമായ അടയാളമായി അവശേഷിച്ചു. അതിനിടയിലാണ് ഒരു ദിവസം വൈകുന്നേരം എൻ്റെ പിതാവിൻ്റെ ഉറ്റ സുഹൃത്തായ ജനറൽ സ്പീൽസ്ഡോർഫ് അപ്രതീക്ഷിതമായി ഞങ്ങളെ സന്ദർശിക്കാൻ വരുന്നത്. അദ്ദേഹം വല്ലാതെ തളർന്നിരുന്നു. മുഖത്ത് കടുത്ത ദുഃഖവും ദേഷ്യവും നിഴലിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൾ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട വിവരം അദ്ദേഹം ഞങ്ങളെ അറിയിച്ചു. ജനറൽ തൻ്റെ മകളുടെ മരണത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതൊരു സ്വാഭാവിക മരണമായിരുന്നില്ല. എൻ്റെ മകളുടെ രക്തം ഓരോ തുള്ളിയായി ഊറ്റിക്കുടിച്ചൊരു പിശാചായിരുന്നു അതിന് കാരണം. ഞങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ഒരു സുന്ദരി പെൺകുട്ടി, അവളായിരുന്നു ആ രാക്ഷസി. ജനറൽ തൻ്റെ കഥ വിവരിക്കുമ്പോൾ കർമില്ല അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ദൂരെയുള്ള മരങ്ങൾക്കിടയിലൂടെ കർമില്ല പതുക്കെ നടന്നു വരുന്നത് ഞങ്ങൾ കണ്ടു. അവളെ കണ്ട മാത്രയിൽ ജനറലിൻ്റെ മുഖം വിളറി വെളുത്തു. തൊട്ടടുത്ത നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തീ ജ്വലിച്ചു. അദ്ദേഹം തൻ്റെ അരയിൽ നിന്ന് വാളൂരിയെടുത്ത് കർമില്ലയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നീ ഇവിടെയും എത്തിയോ? എൻ്റെ മകളെ കൊന്നതുപോലെ ഇവളെയും കൊല്ലാനാണോ നിന്റെ ഭാവം? ജനറൽ ആക്രോശിച്ചു. ജനറലിൻ്റെ അക്രമത്തിനു മുൻപിൽ കർമില്ല പതറിയില്ല. അവൾ ജനറലിൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. ഒരു പെൺകുട്ടിക്കുണ്ടാകാൻ സാധ്യതയില്ലാത്ത അമാനുഷികമായ കരുത്തായിരുന്നു അവൾക്ക്. ജനറലിനെ ദൂരേക്ക് തെറിപ്പിച്ചുകൊണ്ട് അവൾ മിന്നൽ വേഗത്തിൽ കാടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. മനുഷ്യസാധ്യമായ വേഗതയിലായിരുന്നില്ല അവൾ മറഞ്ഞത്. പിന്നീട് ജനറൽ ഞങ്ങളോട് ആ നടുക്കുന്ന സത്യം വെളിപ്പെടുത്തി. മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മില്ലാർക്ക എന്ന പേരിൽ ഒരു പെൺകുട്ടി അതിഥിയായി വന്നിരുന്നു. കർമില്ലയെ പോലെ തന്നെയായിരുന്നു അവളും. ജനറൽ പറഞ്ഞു, നോക്കൂ, മില്ലാർക്ക എന്ന പേരും കർമില്ല എന്ന പേരും ഇവ രണ്ടും മർക്കല്ല എന്ന പേരിന്റെ അക്ഷരങ്ങൾ തിരിച്ചിട്ടതാണ്. അവൾ വെറും ഒരു പെൺകുട്ടിയല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചുപോയ കൗണ്ടസ് മർക്കല്ലാണവൾ. ഞാൻ തകർന്നുപോയി. എൻ്റെ ആത്മമിത്രമായി അഭിനയിച്ച് എൻ്റെ കൂടെ താമസിച്ച് രാത്രികളിൽ എൻ്റെ രക്തം കുടിച്ചുകൊണ്ടിരുന്നത് ഒരു ജീവനുള്ള ശവമായിരുന്നു. നൂറ്റാണ്ടുകളായി മരിക്കാത്തൊരു വാമ്പയർ, ജനറൽ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇനി നമുക്കധികം സമയമില്ല. അവളുടെ ശവകുടീരം നമ്മൾ കണ്ടെത്തണം. അവിടെ മാത്രമേ അവളെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ അടുത്ത ബലിമൃഗം നീയായിരിക്കും. വനത്തിന്റെ ആഴങ്ങളിലുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ പള്ളിയുടെ തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിലാണ് കർമില്ലയുടെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മരണത്തിന്റെ ഗന്ധം പേറുന്ന ആ രാത്രിയിൽ ഞങ്ങൾ ആ ഭയാനകമായ ശവപ്പറമ്പ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. എൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന പോരാട്ടമായിരുന്നു അത്.